പാവം കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് മാമോദീസ മുക്കി അതിനെ ആ കട്ടിലേക്ക് കിടത്തിയിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി ചേട്ടന്മാരെല്ലാം കൂടെ വെള്ളമടിക്കുക. 500 രൂപയുടെ 1000 രൂപയുടെയും കല്യാണക്കുറി അടിച്ചോണ്ട് വരിക എന്ന് പറയും. എന്തോ ഒരു അക്രമം അത്. സഭ നല്ല കാര്യങ്ങൾ ചെയ്താൽ ആര് സോഷ്യൽ മീഡിയയിലിടും? സഭാ നിയമം അനുസരിച്ച് പരസ്യ മദ്യപാനികള് പള്ളി കമ്മിറ്റികളിൽ വരാൻ പാടില്ല. അതിന്റെ പേരിൽ അവരെ പുറത്താക്കാവുന്ന. എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുവിനെന്ന് പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ആഘോഷങ്ങളൊക്കെ സന്തോഷങ്ങൾ പങ്കിടുന്ന വേദികളാണോ അതോ പ്രദർശനത്തിന്റെ വേദികളാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾക്ക് ഇന്ന് നെല്ലും പതിരും നിങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ എപ്പിസോഡിൽ നെല്ലും പതിരും ഡിസ്കസ് ചെയ്യുന്നു ആഘോഷം. ഇന്ന് യുവജനങ്ങളുടെ നിരവധിയായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ചോദ്യം ചോദിച്ച ആരാണ് ഇതിനൊന്ന് തുടക്കം കുറിക്കുന്നത്? പിതാവേ, എൻ്റെ പേര് ആൻട്രീസ. പിതാവേ, എനിക്ക് ചോദിക്കാനുള്ളത്, വിവാഹം, മാമോദീസ എന്നീ കൂദാശകളുടെ ആഘോഷവേളയിൽ എല്ലാവരും മദ്യപാനം, അങ്ങനെ കോക്ടെയിലൊക്കെ കൊടുക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. അപ്പം നമുക്ക് കൂദാശയിൽ കിട്ടിയ കൃപ അവസാനം നമ്മളെ നഷ്ടപ്പെടുത്തുമല്ലേ, പാപം ചെയ്ത് നഷ്ടപ്പെടുത്തുമല്ലേ? അപ്പം പിതാവിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, അത് ആൻട്രീസ വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. അതായത് കൂദാശയിൽ കിട്ടിയ കൃപാവരം ഇവർ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു പാവം കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് മാമോദീസ മുക്കി അതിനെ ആ കട്ടിലേക്ക് കിടത്തിയിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി ചേട്ടന്മാരെല്ലാം കൂടെ വെള്ളമടിക്കുക. ഈ കുഞ്ഞ് ഈശോയും കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? പ്രവേശക കൂദാശകൾ സ്വീകരിച്ച് ഈശോയും കൊണ്ട് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ ഏറ്റവും അശുദ്ധമായ കാര്യങ്ങൾ അവിടെ അരങ്ങേറുകയാണ്. കൂദാശകളെ കുറിച്ചുള്ള ബോധ്യം വളരെ കുറവാണ് മനുഷ്യർക്ക്. അതിനെ ഒരു സാമൂഹികമായ ചടങ്ങായി മാത്രം കാണുകയാണ്. ഇപ്പം വിവാഹം അതിനൊരു സാമൂഹികമായ ചടങ്ങായിട്ട് മാത്രം. പക്ഷെ അവർക്ക് കൂദാശ സ്വീകരിക്കുമ്പോൾ ഒരു കൃപ കിട്ടുന്നുണ്ട്. അദൃശ്യമായ പ്രസാദവരം കിട്ടുകയാണ് ഈ വരനും വധുവിനും. അവരാ അദൃശ്യമായ പ്രസാദവരം സ്വീകരിച്ചുകൊണ്ടാണ് കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കി ആ കൂദാശയും കളഞ്ഞ് പ്രസാദവരവും കളഞ്ഞ് എന്നിട്ടാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. അത് ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല. അതുകൊണ്ടാണ് വിശുദ്ധി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ട ഒരു പുണ്യമാണ്. അശുദ്ധമായതൊന്നും കുടുംബത്ത് വലിച്ചു കയറ്റാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ആഘോഷം തീരെ വേണ്ടെന്ന് വെക്കേണ്ട കാര്യവും ഇല്ല. ആഘോഷിക്കാനുള്ളൊരവസരമാണ്. സാമൂഹികമായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടുക. ഇപ്പം വിവാഹം, ബന്ധക്കാരെ സ്വന്തക്കാരെ എല്ലാവരും വിളിക്കുക. പക്ഷേ ഈ 2000 പേരെയോ 3000 പേരെയൊക്കെ വിളിക്കുമ്പം ഒരു പരിചയമില്ലാത്ത പാർട്ടികൾ ഉൾപ്പെടെ വന്ന് വെറുതെ ഫുഡടിച്ച് ഭക്ഷണവും കഴിച്ച് കുറ്റവും പറഞ്ഞിട്ട് അവർ പോവാണ്. വരനും വധുവിനും ഇവരെ അറിയത്തുപോലുമില്ല. ഞാൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് റോമിലൊക്കെ പോയപ്പോൾ അവിടെ കല്യാണം കഴിക്കുന്നവർ കുറവാണ് കേട്ടോ. പക്ഷെ അവരുടെ വിവാഹം എങ്ങനെയാണെന്നറിയോ? ഒരു 50 പേരെയൊക്കെ അവർ വിളിക്കത്തുള്ളൂ. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരു 50 പേര് കാണും. ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരുടെ കൂടെ കാണും. അവരുണ്ടല്ലോ, അവരങ്ങോട്ട് കാശ് കൊടുത്താണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അല്ലാതെ വധുവിൻ്റെ വരൻ്റെയും ചെലവിലല്ല. അവർ തന്നെ പൈസയൊക്കെ കൊടുത്ത് അവരുടെ കാരണം ഇവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ രാവിലെ അവർക്ക് പിന്നെ ഒരുമിച്ചുള്ള ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് അവരവിടെ ഒരു ദിവസം മുഴുവൻ ഈ വധുവിൻ്റെയും വരൻ്റെയും കൂടെ കാണും. നമ്മുടെ ഇതുപോലെ 2000 പേരെ വിളിച്ച് ഈ ജനക്കൂട്ടത്തെ ഇവർക്ക് അറിയത്തുപോലും ഇല്ല. വരനും വധുവിനും ഒന്നും അറിയത്തുപോലും ഇല്ല. പക്ഷെ അത് വേറൊരു മാനത്തിൽ നോക്കുമ്പോൾ കുറെ പേർക്ക് തൊഴിൽ നൽകുന്നു, പിന്നെ കുറെ പേർക്ക് ഭക്ഷണം നൽകുന്നു. അത് ശരിയാണോ? തൊഴിലില്ലാത്ത ഒരു നാട്ടിൽ അതിനൊരു മൂല്യമുണ്ട്. ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. കേറ്ററിംഗുകാരൊക്കെ എന്നെടുക്കും അല്ലേ? അത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ആത്മീയമായ ഒരു മൂല്യമാണ്. ഞാൻ പറഞ്ഞത് ഇതൊന്നും നഷ്ടപ്പെടുത്തണമെന്ന് പറയുന്നില്ല. ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ് നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല. ചിലർ വളരെ ആത്മീയമായ ഒരു ആഘോഷമായിട്ട് തന്നെ ഇത് കൊണ്ടുപോകും. വിവാഹത്തിൻ്റെ ആ ഭക്ഷണമാണെങ്കിലൊക്കെ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച് വളരെ ഹൃദ്യമായിട്ട് അത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മദ്യം വേണ്ട എന്നുള്ള നിലപാടെടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. വിവാഹത്തിന് മദ്യമില്ല, അങ്ങനെയുള്ളവർ ഇതിന് വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് നിലപാടുകൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു ട്രെൻഡ് ചാരിറ്റിക്ക്
ഇതിനു വേണ്ടി വെക്കുന്ന amount കൊടുക്കുന്നവരും ചാരിറ്റിക്ക് നമുക്ക് നമ്മുടെ രൂപതയിൽ തന്നെ 106ഓളം കാരുണ്യ ഭവനങ്ങളുണ്ട്. ഈ കാരുണ്യ ഭവനങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത്? വലിയ കുറവുകളൊന്നും ഇല്ലാതെ നടന്നു പോകുന്നുണ്ട്. ആൾക്കാരെപ്പോഴും അവരുടെ ആഘോഷവേളകളിൽ ഞങ്ങളുടെ ഓർഫനേജിലുള്ള കുട്ടികളെ കൂടി ഓർക്കുന്നു. അല്ലെങ്കിൽ ആ ഓൾഡ് ഏജ് ഹോമിലെ അച്ചായന്മാരെയും അമ്മച്ചിമാരെയും അവർ ഓർക്കുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ കാര്യം ചിലർ ആ സദ്യ തന്നെ അവിടേക്ക് മാറ്റുന്നവരുണ്ട്. സദ്യ തന്നെ ഓർഫനേജിലേക്ക് മാറ്റുന്നവരുണ്ട്. അവരുടെ കുറച്ച് പേരെ വിളിക്കത്തുള്ളൂ, എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. അങ്ങനെ നല്ല നിലപാടുകൾ എടുക്കാനായിട്ട് ഒക്കെ സാധിക്കണം. കുടുംബങ്ങളിൽ ഈ കൂദാശകൾ നടക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട വിശുദ്ധി എങ്ങനെയാണെന്ന് പിതാവ് പറയുകയുണ്ടായി. ചില പള്ളിപ്പെരുന്നാളുകൾക്ക് പള്ളിക്കമ്മിറ്റിക്കാർ തന്നെ മദ്യപിച്ചു വന്ന് ഡാൻസ് കളിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ സഭാ നിയമം അനുസരിച്ച് പരസ്യ മദ്യപാനികള് പള്ളി കമ്മിറ്റികളിൽ വരാൻ പാടില്ല. അതിന്റെ പേരിൽ അവരെ പുറത്താക്കാവുന്ന. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഈ മദ്യപിക്കാത്തവരാരുണ്ടെന്നുള്ളൊരു ചോദ്യമൊക്കെ ചിലര് ചോദിക്കും. മദ്യപിക്കാത്ത മനുഷ്യർ ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവരിൽ നിന്ന് നല്ല ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുത്ത് പള്ളി കമ്മിറ്റിയിലാക്കുക എന്നുള്ളത് ഇടവക ജനത്തിൻ്റെയും കൂടെ ഒരു ദൗത്യമാണ്. ഇടവക ജനങ്ങളാണല്ലോ തിരഞ്ഞെടുക്കുന്നത് ഇവരെയെല്ലാം. ഈ ഇടയ്ക്ക് ഞാൻ കേൾക്കുകയുണ്ടായി ഒരു പള്ളിപ്പെരുന്നാളിന് 1.5 കോടിയോളം രൂപ പടക്കത്തിനും മറ്റേ ലൈറ്റ് ഷോയ്ക്കും അതിനപ്പുറം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് പിതാവേ, ഇത്രയൊക്കെ ചിലവുകൾ മുടക്കി അത്രയും പൈസ മുടക്കി നമ്മൾ ഒരു ആഘോഷം, ഒരു പെരുന്നാൾ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആവശ്യമില്ലെങ്കിൽ അതെന്തുകൊണ്ട് സഭയ്ക്ക് വിലക്കിക്കൂടാ? ഈ സഭ ആവശ്യത്തിന് വിലക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അമിതമായ ആഘോഷങ്ങൾ പാടില്ല, ആഡംബരങ്ങൾ പാടില്ല. നമ്മളിതൊക്കെ അറിയുന്നത് തന്നെ ഈ ആന വന്നു പോയി കഴിഞ്ഞിട്ടാണ്. ആനയാണ് പുണ്യാളച്ചനെ കൊണ്ടുവന്നതെന്ന് നമ്മൾ അറിയുന്നത് തന്നെ ആന പോയി 2 ദിവസം കഴിയുമ്പോഴാണ് ഇവിടെ പരാതി വരുന്നത്. ഇതിനു മുമ്പ് ആരും പറയാറില്ല. അങ്ങനെയാണ് നമുക്ക് ആനയെ വിലക്കാമായിരുന്നു, വഴി വെച്ച് തടയാമായിരുന്നു. പക്ഷെ അത് സാധിക്കുകയില്ല. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ സഭയിൽ നിന്ന് നമുക്ക് ആഡംബരങ്ങൾ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ല. നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? വീട് നിർമ്മാണത്തിന് പണം തരാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർ കുറച്ചേ കൊടുക്കത്തുള്ളൂ. പള്ളിപ്പെരുന്നാളിന് ചോദിച്ചാൽ ഒത്തിരി കൊടുക്കും. നമുക്കിത് ഗംഭീരമായിട്ട് നടത്താം പെരുന്നാൾ. കാരണം പെരുന്നാളിൻ്റെ സാമൂഹികമായ ഒരു ഘടകമുണ്ടല്ലോ. എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും നല്ല ഗംഭീരമായിട്ട് പെരുന്നാൾ നടത്തി, ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലത്ത് പെരുന്നാൾ കേമമായിരുന്നു എന്നൊക്കെ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടുപോകുന്നതാണ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് അവർക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്, ഇത്രയും വേണ്ടായിരുന്നല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പെരുന്നാളിൻ്റെ സന്ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ സെബസ്ത്യാനോസ് പുണ്യാളൻ പാവം, അദ്ദേഹം അമ്പേറ്റ് പിന്നെ ഗദയുടെ അടി കൊണ്ട് മരിച്ച പുണ്യാളനാണ്. അദ്ദേഹത്തിൻ്റെ രൂപവും വെച്ചുകൊണ്ട് എന്തെല്ലാം പിന്നെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റും വെള്ളമടിച്ച് ഡാൻസ് കളിക്കുന്നവന്മാർ വല്ലതും സെബസ്ത്യാനോസ് പുണ്യാളനെ ഓർത്താണോ ഡാൻസ് കളിക്കുന്നത്? അല്ല, അദ്ദേഹം ജീവൻ ത്യജിച്ച ആളാണ് വിശ്വാസത്തിന് വേണ്ടി. അതല്ലേ പാവ ഔസേപ്പിതാവ് അല്ലേ? മാതാവിനെ നമ്മളിപ്പോൾ വലിയ സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് വലിയ നക്ഷത്രങ്ങളുള്ള ഉടുപ്പൊക്കെ ഇടിച്ച് ആ പാവം ജീവിച്ച കാലത്ത് ഏറ്റവും ദരിദ്രമായ ഒരു ജീവിതമാണ് മാതാവ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവരൊക്കെ സാധാരണ മാനുഷിക ജീവിതം വലിയ ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചവരാണ്. അവരെ ഓർക്കുമ്പോൾ ആ ചൈതന്യത്തിന് വിരുദ്ധമായതൊന്നും കാണാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതേസമയം തന്നെ നമുക്ക് നല്ല ആഘോഷങ്ങളാവാം. ഉദാഹരണത്തിന് നല്ല ഒരു വിശ്വാസ പ്രഘോഷണമാകാവുന്ന ഒരു മ്യൂസിക്കൽ ബാൻഡ് നമുക്ക് ആകാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ബൈബിൾ നാടകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ബൈബിൾ നാടകങ്ങൾ ഒക്കെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗാനമേള നമുക്കാവാം. അപ്പൊ ഇതെല്ലാം ഇവരെ ഈശോയിലേക്ക് നയിക്കുകയാണ്. നിങ്ങൾ ഡാൻസ് കളിച്ചോ, പക്ഷേ ക്രൈസ്തവമായ ഗാനങ്ങൾ ആലപിച്ചിട്ട് ഡാൻസ് കളിക്കുക. പിതാവേ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ പെരുന്നാളുകളിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ പൈസ ചിലവാക്കുന്നു, അതുപോലെ നമ്മൾ വലിയ പള്ളികളൊക്കെ നിർമ്മിക്കുന്നു. അപ്പം അതേസമയം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മളിവിടെ യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകളില്ല എന്ന് നമ്മൾ വ്യാകുലപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ നമ്മുടെ ആഡംബരം കുറച്ച് പെരുന്നാളൊക്കെ മിതമായ രീതിയിൽ നടത്തിക്കൊണ്ട് യുവജനങ്ങൾക്ക് നവസംരംഭങ്ങൾ തുടങ്ങാൻ ആ പണം നൽകുന്നതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? പിന്നെ ഞാൻ പറയും, ഈ പള്ളിയിൽ നിന്ന് പൈസ മേടിച്ചൊന്നും സംരംഭം തുടങ്ങാൻ പോകരുത്. അതൊന്നും ശരിയാകത്തില്ല. പള്ളി ആർക്കെല്ലാമാണ് സംരംഭത്തിന് കാശ് കൊടുക്കേണ്ടത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ മിടുക്കര് ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താൻ പറ്റും.
നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ നവീന സംരംഭങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് വല്ലവരും പൈസ തന്നിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത്. നമ്മൾ നല്ല ധൈര്യപൂർവ്വം പോയി നമുക്ക് ചെറിയ പലിശയ്ക്ക് യുവജനങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ പണം കിട്ടും. ഗവൺമെൻറ് തന്നെ തരുന്നുണ്ട് പല സ്കീമുകളിൽ. ആരും അവരോട് പോയി ചോദിക്കാറില്ല. അത് കുറച്ച് അപേക്ഷയൊക്കെ എഴുതണം, അവിടെ പോയി ക്യൂ നിൽക്കണം, 10 പ്രാവശ്യം അവിടെ കയറി ഇറങ്ങണം, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. അതുകൊണ്ടൊക്കെ ചെയ്യാം. അതും പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം എല്ലാ പള്ളികളിലും ചാരിറ്റി നടത്തുന്നുണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പള്ളികളിൽ ഒരു വർഷം എത്ര രൂപയുടെ ചാരിറ്റി നടത്തിയെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ 42 കോടി രൂപയുടെ ചാരിറ്റി 240 ഇടവകകൾ കൂടി ചെയ്തു. അത് കുറവാന്നാണ് എനിക്ക് പറയാം. എല്ലാ പള്ളികളും കണക്ക് തന്നിട്ടില്ല. തന്നിരുന്നെങ്കിൽ അതിലും കൂടുതൽ പോയനെ. നമ്മൾ ഇഷ്ടംപോലെ പേർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നു, അതുപോലെ വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നുണ്ട്, ഭവന നിർമ്മാണം, എത്രയോ വീടുകളാണ് നമ്മൾ ഓരോ വർഷവും വെച്ച് കൊടുക്കുന്നത്, ഭവന നിർമ്മാണം നടത്തുന്നുണ്ട്, ഒത്തിരി പേരെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം പള്ളികൾ ചെയ്യുന്നുണ്ട്. പള്ളികളിൽ ഈ പെരുന്നാൾ മാത്രമല്ലല്ലോ നടക്കുന്നത്, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായാൽ ഉടനെ നമ്മൾ ഒരു കളക്ഷൻ നടത്തിയാണെങ്കിൽ, ഇപ്പം തന്നെ നമ്മൾ വയനാട് വിലങ്ങാട് ദുരന്തത്തിൽ നമ്മളെല്ലാവരും കൂടി നമ്മുടെ അതിരൂപതയുടേതായിട്ട് തന്നെ 50 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തു. അവിടുത്തെ 10-11 കോടി രൂപയാണ് നമ്മുടെ രൂപതകളെല്ലാം കൂടെ സമാഹരിച്ചിട്ട് ഇപ്പം 100 വീടുകൾ പണിയാൻ ആരംഭിച്ച് നമ്മൾ 180 വീടുകളാണ് പണിയുന്നത്. അത് 70-40 വീടുകൾ ഇപ്പോൾ പണി തീർന്നു. അപ്പൊ ഇതൊക്കെ വലിയ സന്തോഷമല്ലേ? ഇതൊന്നും സഭയിൽ നടക്കാതിരിക്കുന്നില്ല, ഇതെല്ലാം നടക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കുറവൊന്നുമില്ല, പക്ഷെ ചില ആഡംബരം കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത് പ്രത്യേകിച്ചും തീർത്ഥാടന കേന്ദ്രങ്ങൾ, വലിയ ദേവാലയങ്ങളാണ്. പാവപ്പെട്ട പള്ളികളിലൊക്കെ എന്നാ അല്ലേ, ആ പള്ളിയുടെ ചുറ്റും പുണ്യാളച്ചനെ ഒന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് അവിടെ 2 നേർച്ചയിട്ട് എല്ലാവരും അങ്ങ് പോകും. സാധാരണ കൊച്ചു പള്ളികളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ആഘോഷങ്ങൾ അതിര് വിട്ടു പോകുന്നത്. അതിനുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തിയാൽ മാത്രം മതിയാവും. സത്യമാണ്, പിതാവ് പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ ആഡ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇടവകയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു പ്രസിദ്ധേന്തി 9 നിർധനരായ യുവതികളുടെ കല്യാണം നടത്തുന്നതിനുള്ള ചെലവ് കൊടുക്കുകയുണ്ടായി. എല്ലാവരും ഈ നെഗറ്റീവ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, ഈ പോസിറ്റീവ്സും ഈ നല്ല നല്ല കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. വളരെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിച്ചു. അതായത് നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് 7 നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ള പണം കൊടുത്തു ഒരു പ്രസിദ്ധേന്തി. നല്ല കാര്യം അല്ലേ? അത് നടക്കുന്നുണ്ട് സഭയിൽ. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഭവന പദ്ധതി അതൊക്കെ നമുക്ക് കൂടുതൽ മീഡിയ അറ്റൻഷനോ മറ്റു ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് കുറവായതുകൊണ്ടും കൂടെ ആയിരിക്കാം. അത് ഈ പോസിറ്റീവ് കാര്യങ്ങൾ, സഭ നല്ല കാര്യങ്ങൾ ചെയ്താൽ ആര് സോഷ്യൽ മീഡിയയിലിടും? അതേസമയം സഭയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്നോ ഏതെങ്കിലും ഒരു അച്ഛൻ ഒളിച്ചോടി പോയെന്നോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും 3 മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ അറിയും. അതേസമയം നമ്മൾ എന്തെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു, ഇതൊന്നും വാർത്തയല്ല. നല്ല കാര്യങ്ങളൊന്നും വാർത്തയാകുന്നില്ല അല്ലേ? അതൊരു വലിയ കുറവാണ്. അതേസമയം കുഴപ്പങ്ങൾ. അപ്പോൾ ഞാനൊരു മീഡിയ പേഴ്സണോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിതാവേ, സഭ നന്നായി പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല, നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വാർത്തയാകുന്നത്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ വീട്ടിലൊരു ആഘോഷം വരുമ്പോൾ, അതായത് ഇപ്പം എൻ്റെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ കയറിത്താമസം, എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയൊക്കെ വരുമ്പോൾ, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ ഏണിങ്സ് അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പണമാണോ എന്നെ ലിമിറ്റ് ചെയ്യേണ്ടത്, അല്ലെ അതിനനുസരിച്ചാണോ ഞാൻ ആഘോഷങ്ങൾ ചെയ്യേണ്ടത്, അതോ ക്രൈസ്തവൻ എന്ന നിലയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഞാൻ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. പണം ഉള്ളതുകൊണ്ട് കൂടുതൽ ആഘോഷമാകാം, പണം കുറച്ചതുകൊണ്ട് കുറച്ച് ആഘോഷം. ഒരിക്കലും പണത്തിൻ്റെ അളവ് കണ്ടിട്ടല്ല ആഘോഷങ്ങളുടെ വ്യാപ്തി നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഓരോ കൂദാശയ്ക്കും അനുയോജ്യമായ ആഘോഷമാണ് നമ്മൾ നടത്തേണ്ടത്. മാമോദീസയാണെങ്കിൽ അതിന് അനുയോജ്യമായ ആഘോഷം. ഒരു കുഞ്ഞിൻ്റെ മാമോദീസ നടത്താൻ ഏറ്റവും നല്ല അവസരം ആ ഇടവക ജനങ്ങളുടെ കൂടെ അതങ്ങ് ആഘോഷിക്കുക എന്നുള്ളതാണ്. സാധാരണ കുർബാനയിൽ, കാരണം ദൈവജനത്തിലേക്ക് ഒരാളെ കൂടെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ 4ാമത്തെ കുഞ്ഞിൻ്റെയും 5ാമത്തെ കുഞ്ഞിൻ്റെയൊക്കെ മാമോദീസയ്ക്ക് പോകും. അപ്പം ഞാൻ പറയും, സ്പെഷ്യൽ മാസമായിട്ട് നടത്തിയാൽ ഞാൻ വരില്ല, ഇടവകയിലെ സാധാരണ കുർബാനകളുടെ കൂട്ടത്തിൽ നടത്തിയാൽ ഞാൻ വരും. കാരണം മാമോദീസ ആഘോഷിക്കേണ്ടത് ദൈവജനത്തിൻ്റെ ആരാധനയുടെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടെ ഒരു കുഞ്ഞിനെ പുതിയതായിട്ട് സ്വീകരിക്കുന്നു. അതിനോട് ചേർന്ന് അവർക്കെല്ലാവർക്കും ഒരു കാപ്പി കൊടുത്തു, ഒരു ചെറിയൊരു പലഹാരം കൊടുത്തു. നമുക്ക് അവിടെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂദാശകൾ, സ്വീകരിക്കുന്ന കൂദാശകളിലെ ദൈവിക കൃപയ്ക്ക്, ആ കൃപ ആഘോഷം ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ? ഒരാൾ കൃപ സ്വീകരിച്ചെന്ന് പറയുമ്പം അത് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്.
അതിനനുയോജ്യമായ ആഘോഷങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ സാമ്പത്തികം അനുസരിച്ചല്ല. കോവിഡ് കാലത്ത് ഞാനൊരു കല്യാണത്തിന് പോയി. ഒത്തിരി നല്ല ധനാഢ്യരായ മനുഷ്യരുടെയാണ്. 20 പേർക്കേ പള്ളി നീക്കാൻ അനുവാദമുള്ളൂ. ഞാൻ നോക്കിയപ്പം നമ്മുടെ വരനും വധുവും വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നു. അവർ കുർബാന പുസ്തകം നോക്കി കുർബാനയിൽ പങ്കെടുക്കുന്നു. കാരണം ഒരു ടെൻഷനും ഇല്ല. കാരണം 20 പേർക്ക് ഫുഡ് കൊടുത്താൽ മതി, അതവിടെ റെഡിയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ കോവിഡ് കാലമൊക്കെ കൂദാശകളുടെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കാലമാണ്. ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി എന്നോട് പറഞ്ഞു എന്നാണെന്നറിയാമോ? അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അവളെന്നോട് പറഞ്ഞു, പിതാവേ, ദൈവം എന്നെ അനുഗ്രഹിച്ചു കൊണ്ട് തന്നതാണ് കോവിഡ്. ഞാൻ ചോദിച്ചേടി, അങ്ങനെ എന്നാ വർത്താനം നീ പറയുന്നത്? ഒത്തിരി മനുഷ്യർ കോവിഡിൽ മരിച്ചുപോയി. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് തന്നതാണ് കോവിഡ്. അതെന്താ? അപ്പൊ ഇനിയും കല്യാണ ചെലവുണ്ട്. അതിനു വേണ്ടി വീട് വല്ലോ പണയം വെക്കാവുന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. പിതാവെ, പണയം വെക്കേണ്ടി വന്നില്ല, കാരണം 20 പേർക്ക് ഫുഡ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതാണ് ഇവള് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ആഘോഷം. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒരു കല്യാണക്കുറി തന്നെ എത്ര രൂപയുടെ അടിക്കുന്നത്. കല്യാണക്കുറിക്ക് എത്ര സമയം ആയുസ്സുണ്ട്? കല്യാണം തീരുന്നത് വരെ ആയുസ്സുണ്ടോ മെറിറ്റ? കാരണം നമ്മൾ അത് വെച്ചോണ്ടിരിക്കുവോ? നമ്മൾ ഇതൊന്ന് നോക്കിയിട്ട് നമ്മുടെ കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്യും അല്ലേ? ഒരു 3 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അത് ഈ തന്നവര് പോയോന്ന് നോക്കിയിട്ട് നമ്മളത് വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇടും. ആരാണ് കല്യാണക്കുറികൾ സൂക്ഷിച്ചു വെക്കുന്നത്? നിങ്ങളാരെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ടോ കല്യാണക്കുറികൾ? ഇല്ല. 500 രൂപയുടെയും 1000 രൂപയുടെയും കല്യാണക്കുറി അടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അക്രമം അത്. പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അല്ലേ? വീടില്ലാത്ത എത്രയോ പേര് ഞങ്ങളുടെ അടുത്ത് വരുന്നു ഓരോ പ്രാവശ്യം. ഇപ്പൊ നമുക്കൊരു വീട് പണിയാൻ 10 ലക്ഷം രൂപയെങ്കിലും ആവും അല്ലേ? അപ്പോൾ ആ പണം കണ്ടെത്താൻ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട്. നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പണം തേടുന്ന എത്രയോ കുട്ടികളുണ്ട്. ഇതെല്ലാം വെച്ചോണ്ട് 1000 രൂപയുടെ കല്യാണക്കുറി അടിക്കാൻ അതെന്നോ എൻ്റെ വിചാരം അവരെയൊക്കെ പിടിച്ച് ജയിലിലിടണമെന്നാ. കാരണം അവർ വലിയ സാമൂഹികമായ തിന്മയാണ് ചെയ്യുന്നത് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ കടം മേടിച്ച് ആഘോഷിക്കുക. കടം മേടിച്ച് ആഘോഷിച്ചിട്ട് കടക്കണിയിലായി പോയി കല്യാണം നടത്തി. നമ്മൾ മലയാളികൾ കാണിക്കുന്ന ഏറ്റവും വലിയ 2 മണ്ടത്തരം. നമ്മൾ കടത്തിലാവുന്ന എങ്ങനെ അറിയാം? ഒന്ന് വീട് പണിതാ. എല്ലാവർക്കും ഭയങ്കരം വീട് പണിയണം. അതിനുവേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ. വീട് പണിയാനായിട്ട് ജീവിച്ച് എന്നിട്ട് ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അത് പണിയണം. എന്നിട്ട് അത് പൂട്ടിയിട്ടിട്ട് പിന്നെയും വിദേശത്ത് പോയി ഒറ്റ മുറിക്കകത്ത് കിടന്നുറങ്ങുക. 1 മാസത്തേക്ക് അവധിക്ക് വരുമ്പം അവിടെ ഈ വീട്ടിൽ താമസിച്ചു വലിയ ഗംഭീരമായിട്ട് നടക്കുക. ഒന്ന് വീട് പണിതാണ് കാശ് കളയുന്നത്, 2 ഈ ആഘോഷങ്ങൾ നടത്തിയാണ് നമ്മൾ മലയാളികൾ കാശ് കളയുന്നത്. ഞാൻ തമിഴ്നാട്ടിലുള്ള മനുഷ്യരെ കുറിച്ച് അവർ പറയാറുണ്ട്, അവർക്ക് ചെറിയ വീടുകളിലാണ് അവർ താമസിക്കുക. അവർ നമ്മളെപ്പോലെ ഇങ്ങനെ ബംഗ്ലാവൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അവരെന്നിട്ട് കൊച്ചു കച്ചവടങ്ങളൊക്കെ നടത്തി അവർ ജീവിച്ചു പോവുകയാണ്. ഒരു വലിയ ധനാഢ്യരൊക്കെ ആയിരിക്കും, പക്ഷെ ജീവിക്കുന്നത് ചെറിയ വീടുകളിലൊക്കെയാണ്. ഇപ്പോൾ പല ആഘോഷങ്ങളും എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര ആർഭാടത്തിലും ധൂർത്തിലും ഒക്കെയാണ് നടക്കുന്നത്. സാമ്പത്തിക ബാധ്യതയാവുന്നുണ്ട് പല കുടുംബങ്ങളും. അതായത് മോനെ, ഒരു ഫൈനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? വരവറിഞ്ഞ് ചെലവാക്കുക. അല്ലാതെ പണം മുടക്കി വലിയ ആഘോഷം നടത്തി നമുക്ക് ആരെ ഇംപ്രസ് ചെയ്യാനായിട്ടില്ല. കാരണം ഫിനാൻസിന്റെ നടുപൊടിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്നതിന് തുല്യമാണ് അല്ലേ? ആരോഗ്യം, നമ്മുടെ മനുഷ്യൻ ആരോഗ്യം പോലെയാണ് ഒരു കുടുംബത്തിന് ഫിനാൻസ്, സമ്പത്ത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു. 32 ലക്ഷം രൂപ കടവായി. ഒരു രൂപ പോലും കടവില്ലാഞ്ഞ വീടാണ്. 1 രൂപ പോലും കടവില്ലായിരുന്നു. ഈ മകൻ നിർബന്ധിച്ച് കൂട്ടുകാർ കാനഡയ്ക്ക് പോയെന്നും പറഞ്ഞുകൊണ്ട് അപ്പനെയും അമ്മയും കൊണ്ട് ഈ വീടെല്ലാം പണയം വെപ്പിച്ച് പിന്നെയും കാശ് കടവെടുത്ത് 32 ലക്ഷം രൂപയുമായി കാനഡയ്ക്ക് പോയി. ഒരു ജോലിയും കിട്ടിയില്ല, തിരിച്ചു വന്നിരിക്കുന്നു. ആ കുടുംബത്തിന്റെ മൊത്തം നടുവൊടിഞ്ഞതുപോലെ ആയിപ്പോയി. ശരിയല്ലേ? അതാണ് നമ്മൾ ഈ വരവറിഞ്ഞ് റിയലിസ്റ്റിക് ആയിട്ട് ചെലവാക്കാൻ പഠിച്ചാൽ തന്നെ നമ്മുടെയൊക്കെ ആഡംബരം ഒത്തിരി കുറയും. പിതാവേ, നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്തീയ ആഘോഷങ്ങളിൽ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ബാഹ്യമായ കാര്യങ്ങൾക്കാണല്ലോ. ആ ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പം ഈ ഒരു മാറ്റത്തെ നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? അതിൽ പിതാവിൻ്റെ അഭിപ്രായം എന്താ?
കാര്യം ശരിയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. പള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാൾ നടത്തുന്നു, എല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനകളാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ഭാഗവും. കുർബാന അല്ലെ ആഘോഷമായ പാട്ട് കുർബാന. ചിലപ്പോഴൊക്കെ ഞാൻ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ ഓർക്കാറുണ്ട്, ഇവർ വെടിക്കെട്ടിൻ്റെ കൂടെ മറ്റൊരു കലാരൂപമായിട്ടാണ് പാട്ട് കുർബാനയും നടത്തുന്നത്. ആ ഓർക്കസ്ട്രയൊക്കെ ഒരു വെടിക്കെട്ടിൻ്റെ ഒരു പാട്ട് കുർബാനയുടെ പാട്ടുകളും ഒക്കെ കേട്ടാലും നമുക്കൊരു വെടിക്കെട്ട് കൂടിയ ഒരു പ്രതീതിയൊക്കെ അനുഭവപ്പെടും. ഭയങ്കര ബഹളം എല്ലാം വെച്ച് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ കാഴ്ചപ്പാട് ആത്മീയമായ ആഘോഷങ്ങൾ, എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും, ഒരു വിശുദ്ധന തിരുനാളാണെങ്കിൽ ആ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകുക എന്നാണ്. പക്ഷേ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതുകൊണ്ട് മനുഷ്യന് സാമൂഹികമായ കൂട്ടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ ഈ ഗോത്രവർഗങ്ങളെ നോക്കണം. ഒത്തിരി ആധുനിക പരിഷ്കാരങ്ങൾക്ക് വശംവദരാകാത്ത വ്യക്തികളാണല്ലോ ഗോത്ര വിഭാഗങ്ങൾ. അവർക്കൊക്കെ ആഘോഷങ്ങളുണ്ട്. കാരണം മനുഷ്യൻ സാമൂഹിക ജീവി ആയിരിക്കുന്നിടത്തോളം കാലം അവൻ വ്യത്യസ്തമായ ആഘോഷം പരിപാടികൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒത്തിരി തിന്മയിലേക്കൊന്നും പോകാതെ മനുഷ്യനൊന്നും ഒരുമിച്ച് കൂടാനും ആഘോഷിക്കാനും ഒക്കെയുള്ളൊരു അവസരം കൂടി ഓരോ തിരുനാളും നമുക്ക് നൽകുന്നു. ഇപ്പോൾ പള്ളിപ്പറമ്പിൽ തന്നെ ആകുമ്പോൾ നമുക്കൊരു കലാപരിപാടിയൊക്കെ കണ്ട് സന്തോഷമായിട്ടൊക്കെ വീട്ടിൽ പോകാൻ പറ്റും, നല്ല സുരക്ഷിതമായിട്ട് പോകാൻ പറ്റും. അത്രയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഇത് വന്ന് ഈ റിച്ച പറഞ്ഞതുപോലെ ആഘോഷ പരിപാടികൾക്ക് പ്രാധാന്യം കൂടുകയും ആത്മീയതയ്ക്ക് പ്രാധാന്യം കുറയുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അപകടം അവിടെയുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. നമുക്കറിയാം, ദൈവികമായ ഭാവവും മാനുഷികമായ ഭാവവും ഉള്ളപ്പം ഇതിലേത് ഭാവമാണ് കൂടി നിൽക്കാനായിട്ട് സാധ്യതയുള്ളത്? മിക്കവാറും മാനുഷികമായ ഭാവം തന്നെയാണ്. ദൈവികമായ ഭാവമൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നതെങ്കിലും മാനുഷികത തന്നെ എല്ലായിടത്തും കയറി വരും. അപ്പം നമ്മൾ അതിനെ ഒന്ന് തിരുത്തി വീണ്ടും ദൈവികതയിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ആഘോഷ പരിപാടികൾക്ക് തന്നെ ക്രൈസ്തവമായ ഒരു മാനം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു നാടകമാണെങ്കിൽ ഒരു ബൈബിൾ നാടകം നമുക്ക് അവതരിപ്പിക്കാം. ഒരു മ്യൂസിക് ബാൻഡ്, ഒരു ഗാനമേള, തട്ടുപൊളിപ്പം പാട്ട് പാടുന്നതിനേക്കാളും ഒരു ക്രിസ്ത്യൻ മ്യൂസിക് ബാൻഡ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കലാരൂപങ്ങൾ, നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമാകാത്തവ ജനങ്ങളുടെ ഒരു സാമൂഹികമായ ആഘോഷം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതിനകത്ത് നമുക്ക് തെറ്റ് പറയാനായിട്ടില്ല. പക്ഷേ എപ്പോഴും പരിശുദ്ധ കുർബാനയ്ക്കും കൂദാശകൾക്കും പ്രാർത്ഥനകളും ഒക്കെ തന്നെയായിരിക്കണം പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ. നമ്മുടെ പള്ളികളിലെ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ പിതാവ് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ആഘോഷങ്ങളല്ലേ യുവജനങ്ങളെയൊക്കെ കൂടുതൽ പള്ളിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. ആഘോഷങ്ങൾ തീരെ മോശമല്ല. ആഘോഷങ്ങൾക്ക് അതിൻ്റെതായ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. അത് മെറീറ്റ ചോദിച്ചപ്പോഴാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ സ്പെയിനിൽ മാർപ്പാപ്പ വന്നു. മാർപ്പാപ്പയുടെ കുർബാനയ്ക്ക് 16 ലക്ഷം പേര് പങ്കെടുത്തു. 16 ലക്ഷം പേർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടേ അവിടെ? അത്രയും പേർക്കുള്ള മൊബൈൽ ടോയ്ലറ്റുകൾ, പിന്നെ അവർക്ക് ഇത്രയും പേർക്ക് വെള്ളം കുടിക്കണം, അവർക്ക് ആരോഗ്യ പരിരക്ഷ കൊടുക്കണം. 16 ലക്ഷം പേർക്ക്, അത് മുഴുവൻ ആ ഗവൺമെന്റ് ഒരുക്കിയപ്പോൾ എത്ര കോടി രൂപയുടെ ചെലവ് വന്നു. പക്ഷെ ആരെങ്കിലും ആ ചെലവിനെ കുറിച്ച് പരാതി പറഞ്ഞോ? ഇല്ല. കാരണം ആ കൂട്ടായ്മ അത്രയും പേര് കൂടിയപ്പം അത് നൽകിയ ഒരു വലിയ ആത്മവിശ്വാസം. അതൊന്നും ആഡംബരമായിട്ട് നമ്മൾ കൂട്ടരുത്. കാരണം ഒരുമിച്ച് കൂടി വിശ്വാസം ആഘോഷിക്കുന്നു. അപ്പൊ യുവജനങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷമാണ്. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു അല്ലേ? 1000 യുവജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ദിവസം മുഴുവൻ കർത്താവിനെ പ്രഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് തന്നെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറും. ഞാൻ പറഞ്ഞില്ലേ, ലിസ്ബണിലെ വേൾഡ് യൂത്ത് ഡേ 7 ലക്ഷത്തിൽ തുടങ്ങി 15 ലക്ഷം വരെ എത്തി. അവസാന ദിവസമായപ്പോൾ 15 ലക്ഷം പേര് പങ്കെടുത്ത കുർബാന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. എന്തോ ഒരു വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ കൂട്ടായ്മകൾ നൽകുന്ന വലിയൊരു സന്തോഷമുണ്ട്. മോള് പറഞ്ഞ പോലെ യുവജനങ്ങളെ ഒത്തിരി ആകർഷിക്കും ഇത്തരത്തിലുള്ള യുവജന കൂട്ടായ്മകൾ, വലിയ ജനക്കൂട്ടങ്ങൾ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതൊന്നും നമ്മൾ ഒരു ആഡംബരമായിട്ട് കരുതേണ്ട കാര്യമില്ല. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ആവശ്യം തന്നെയാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടുക. അതിരൂപതയാണെങ്കിലും ഇടവകകളാണ്. ഇപ്പോൾ ഇടവക ദിനം, അതിരൂപതാ ദിനം,
ചിലപ്പോഴൊക്കെ യുവദീപ്തിയുടെ വലിയ മഹാസമ്മേളനങ്ങൾ ഇവിടെ നടത്തും, റാലി നടത്തും. ഇതൊന്നും ആഡംബരമായിട്ട് കൂട്ടരുത്. ഇതെല്ലാം നമ്മുടെയൊക്കെ ഒരുമിച്ച് ചേരാനുള്ള വേദികൾ. അത് നമ്മുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. ആഘോഷവും ആത്മീയതയും തമ്മിലുള്ള ഒരു ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയുണ്ടായി. ഇന്ന് യുവജനങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യമാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിന് നെല്ലും പതിരും എന്ന പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു.